പണ്ടൊരു സ്റ്റേജ് ഷോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിംഗർ ഹരിശങ്കർ ആ സമയത്ത് ഇങ്ങനെ പാടി വരുന്നേ ഉള്ളൂ. ഹരിശങ്കറിനെ അധികം ആർക്കും അറിയില്ല ആ സമയത്ത്. അപ്പൊ എല്ലാം പറഞ്ഞു, ഞാൻ പറഞ്ഞു എം ജി ശ്രീകുമാർ സാറിന്റെയും ഓമനക്കുട്ടി ടീച്ചറിന്റെയും കുടുംബത്തിൽ നിന്നുള്ള ഓമനക്കുട്ടി ടീച്ചറിന്റെ ചെറുമകനാണ്, ഇളം തലമുറക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ട് ഹരിശങ്കറിന്റെ പേര് ഞാൻ മറന്നുപോയി. യാത്ര ഇഷ്ടപ്പെടാത്ത ആരാ? ഞാൻ കണ്ടുമുട്ടിയതില് വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ യാത്ര ഇഷ്ടമല്ല എന്ന് പറയുന്നത്. ഡോക്ടർ ദിവ്യയുടെ ഹസ്ബൻഡ് തരുന്ന സപ്പോർട്ട് ചെറുതല്ല, നല്ല സപ്പോർട്ടാ. നല്ല സപ്പോർട്ടൊന്നും ഇല്ല നമുക്ക് ഒരു കാരണവശാലും. വീട്ടിൽ നിന്ന് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം, വീട്ടിൽ നിന്നല്ല, നമുക്ക് നല്ലൊരു സപ്പോർട്ട് എന്തായാലും വേണം. എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ വന്നാൽ പുള്ളിയാ പറയുന്നത് അത് ചെയ്യണം കേട്ടോ, നീ ചുമ്മാ സീരിയൽ ചെയ്യാതിരിക്കല്ലോ അല്ലെങ്കിൽ സിനിമ ചെയ്യാതിരിക്കും, നല്ലതാണ് ചെയ്യണം. നമ്മുടെ ജയചന്ദ്രൻ സാറുണ്ട്, പി ജയചന്ദ്രൻ സാർ പാട്ട് പാടും. ഞാനിങ്ങനെ അനൗൺസ് ചെയ്യാണ്, AR റഹ്മാൻ സാറിന്റെ പാട്ടാണ്, മറ്റേ കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്ന് പറഞ്ഞാൽ ദൈവം തந்த പൂവയാണ് അദ്ദേഹം ഇപ്പൊ നമുക്ക് വേണ്ടി പാടുന്നതൊക്കെ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞിട്ട് സാറ് മൈക്ക് വെച്ചിട്ട് പറയും, താൻ പറയുന്ന പാട്ടാണോ ഞാൻ പാടേണ്ടത്? പറഞ്ഞു സ്റ്റേജിലാണ്. കല്യാണം കഴിക്കണമെന്ന് പറയുന്ന ആൾക്കാരടുത്ത് ഞാൻ പറയും, ഈ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ പറയത്തില്ല. എന്റെ പേഷ്യൻസ് ആയാലും പറയും, എന്നെ അടിക്കും, ഇടിക്കും, സെക്ഷുവലി ഹറാസ് ചെയ്യും, എന്നെ വെർബൽ അബ്യൂസ് എന്ന് വെച്ചാൽ ചീത്ത വിളിക്കും ഭയങ്കരമായിട്ട്. അത് ഭയങ്കര വിദ്യാഭ്യാസമുള്ള ആൾക്കാരാട്ടോ ഇത്. ആദ്യത്തെ ഒരു 4 വർഷം അജിനെ ഞാൻ ക്ലിനിക്ക് തുടങ്ങിയിട്ട് എനിക്ക് പേഷ്യൻസ് കുറവായിരുന്നു എന്നല്ല, ആദ്യത്തെ 2 വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഫോണിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് അറിയാൻ ഞങ്ങൾ രണ്ടുപേരോട് ഇരുന്ന് വിളിച്ചു നോക്കും. കാരണം ഫോണിൽ ഒരു കോള് പോലും വരുന്നില്ല, പേഷ്യന്റ് ഇല്ല. അങ്ങനെയാണത്. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, നമ്മൾ എന്ത് സാധനം തുടങ്ങിയിട്ടും അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരു 4 to 5 years നമ്മൾ എടുക്കും. ഒരു ബ്രേക്ക് ഈവൻ ടൈം ഉണ്ടെന്നാ പറയുന്നത്. ഞാൻ ഇതുവരെ എന്റെ കരിയറിൽ ഇന്റർവ്യൂ എടുത്തവരുമായിട്ട് ഇപ്പോഴും എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട്. അതായത് എനിക്ക് അവരോട് ഓപ്പൺ ആയിട്ട് ചോദിക്കാം, പറയാം. പക്ഷെ ബാക്കിയുള്ള ആങ്കേഴ്സിനെ ഞാൻ നോക്കുമ്പം അവര് മറയ്ക്കും, അയ്യോ ചോദിക്കാൻ പറ്റുമോ, ചോദിച്ചാൽ ശരിയാവോ. പക്ഷെ ആ ഒരു ബന്ധം ദൈവമായിരിക്കാം. അല്ല അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് അത് നമ്മുടെ ഒരു പ്ലസ് പോയിന്റ് ആണ്. ഇപ്പൊ അതായിരിക്കാമല്ലോ നമ്മളെ ഇത്രയും പേര് വരുന്നതിൽ കുറച്ച് പേരെ വേർപെടുത്തി വേറിട്ട് നിർത്തുന്ന ഒരു കാര്യം അതായിരിക്കും. ഇപ്പൊ ഓരോ ഇപ്പൊ സ്റ്റേജിൽ ചെയ്യുന്നില്ല, ഇപ്പൊ അജിൻ ഇപ്പൊ ചെയ്യുന്ന കാര്യമാണെങ്കിലും ഞാൻ തന്നെ വിചാരിക്കാറുണ്ട്. കാരണം നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഇൻഹിബിഷൻ, എന്താ പറയാ, നമുക്കൊരു എന്ത് തോന്നും, എന്ത് ചെയ്യും, അയാൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു സാധനം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും അയ്യോ അങ്ങനെ ആകുമോ എന്നൊരു ചിന്ത നമുക്ക് വരും. അപ്പൊ നമ്മൾ ആ ചോദ്യം ഒഴിവാക്കും. അതല്ലെന്നുണ്ടെങ്കിൽ അവരെ എന്ന് പറയാ അങ്ങ് നേരെ ഇടിച്ചു കയറി ചെല്ലാന്ന് പറയും. ആ ഒരു സാധനമാണ് അജിന്റെ പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. നമുക്ക് പല ഘട്ടത്തിലും നമുക്ക് പ്രതിസന്ധി വരാം. ഈ പറഞ്ഞ പോലെ സ്റ്റേജ് ഷോസ് ചെയ്യുമ്പോഴാണ് മിക്കവാറും. ഞാൻ എപ്പോഴും പറയാറുള്ള ഞാൻ പണ്ടൊരു സ്റ്റേജ് ഷോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിംഗർ ഹരിശങ്കർ ആ സമയത്ത് ഇങ്ങനെ പാടി വരുന്നേ ഉള്ളൂ. ഹരിശങ്കറിനെ അധികം ആർക്കും അറിയില്ല ആ സമയത്ത്. വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യം കേട്ടോ പറയുന്നത്. അപ്പൊ എല്ലാം പറഞ്ഞു, ഞാൻ പറഞ്ഞു എം ജി ശ്രീകുമാർ സാറിന്റെയും ഓമനക്കുട്ടി ടീച്ചറിന്റെയും കുടുംബത്തിൽ നിന്നുള്ള ഓമനക്കുട്ടി ടീച്ചറിന്റെ ചെറുമകനാണ്, ഇളം തലമുറക്കാരനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ഹരിശങ്കറിന്റെ പേര് ഞാൻ മറന്നുപോയി. ഓൺ സ്റ്റേജിൽ എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല. എനിക്ക് രവിശങ്കർ എന്നാണ്, എന്താ പേര് പെട്ടെന്ന് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു പേര് ഞാൻ പറയുന്നില്ല, ആളിനെ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ വിളിച്ചിട്ട് ഞാൻ ഹരിശങ്കർ ഞാൻ പേര് പെട്ടെന്ന് മറന്നുപോയി എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല ചേച്ചി. എന്നിട്ട് ഞാൻ പാട്ട് കഴിഞ്ഞിട്ട് എന്നിട്ട് പറഞ്ഞു, നമ്മുടെ ഹരിശങ്കർ ആണ് നമ്മുടെ വേണ്ടി ഇത്ര മനോഹരമായിട്ട് പാട്ട് പാടിയെന്നൊക്കെ പറഞ്ഞു. അതിനെ മാനേജ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് വേറെ വരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ജയചന്ദ്രൻ സാറുണ്ട്, പി ജയചന്ദ്രൻ സാർ പാട്ട് പാടുന്നത്. അദ്ദേഹം ഈ പറഞ്ഞ മാതിരി സ്റ്റേജിൽ നമ്മളുടെ അടുത്ത് കുറച്ചൊരു ഇതായിട്ടാണ്. അപ്പൊ നമുക്കറിയാം കുറച്ച് റഫായിരിക്കും, തമാശയാണെങ്കിലും ആ സമയത്ത് അത്ര സീനിയർ ഒരാളെ നമ്മൾ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ് ലൈവിലാവുമ്പോ. അങ്ങനെ അദ്ദേഹം ഒരു പാട്ട്, അപ്പൊ ഞാനിങ്ങനെ അനൗൺസ് ചെയ്യാണ്, AR റഹ്മാൻ സാറിന്റെ പാട്ടാണ്, മറ്റേ കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്ന് പറഞ്ഞാൽ ദൈവം തந்த പൂവയാണ് അദ്ദേഹം ഇപ്പൊ നമുക്ക് വേണ്ടി പാടുന്നതൊക്കെ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞിട്ട് സാറ് മൈക്ക് വെച്ചിട്ടുണ്ട്, താൻ പറയുന്ന പാട്ടാണോ ഞാൻ പാടേണ്ടത്? സ്റ്റേജിലാണ്. ഇത് സ്റ്റേറ്റ് അവാർഡിന്റെ ഷോയാ. അപ്പൊ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാര് ഗസ്റ്റ് ആയിട്ട് ഇരിക്കുവാണ്, എല്ലാ പ്രബലരായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ സാർ, അത് എന്റെ ഇഷ്ടം കൊണ്ട് പറഞ്ഞാൽ സാറിന് ഇഷ്ടമുള്ള പാട്ട് സാറിന് പാടാം എന്ന് പറഞ്ഞു. അവിടെ ഞാൻ കരഞ്ഞു പോവുക, ഞാൻ മിണ്ടാതിരിക്കുക, ഞാൻ ബ്ലാങ്ക് ആയി പോയി കഴിഞ്ഞാൽ എനിക്കത് അടുത്തതിന് അദ്ദേഹം തന്നെ എന്നോട് വെച്ച്, താൻ AR റഹ്മാനെ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല സാർ. കാണണമെന്ന് ആഗ്രഹമുണ്ടോ? പുള്ളി ഒരു രസകരമായിട്ടാ ചോദിക്കുന്നത് കേട്ടോ, ഒരു ദേഷ്യത്തിലല്ല. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ചെന്നൈ പോയാൽ മതി എന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ ആയിരിക്കും പറയാൻ പോകുന്നത് എനിക്കറിയാന്ന് പറഞ്ഞു. അതും ഒരു എന്താ പറയാ, നമുക്കൊരു വിഷമോ അല്ലെങ്കിൽ ഒരു നമ്മുടെ മുഖത്ത് ഫ്രസ്ട്രേഷനോ ഒന്നും നമ്മളപ്പോ കാണിക്കാൻ പാടില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കണം. നമ്മുടെ ഇത് മീഡിയ കവർ ചെയ്യുന്നുണ്ട്, നമ്മുടെ ലുക്ക് നന്നായിരിക്കണം,
നമ്മുടെ ഫേസ് നന്നായിരിക്കണം, നമ്മൾ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യണം, കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഇതിനിടയ്ക്ക് ലാസ്റ്റ് മൊമെന്റില് ബാക്ക് സ്റ്റേജിൽ മാറ്റം വരും. ചിലപ്പം ഈ പാട്ടല്ല, ആള് ശരിയായിട്ടില്ല, അടുത്ത ഉടനെ ഡാൻസ് അനൗൺസ് ചെയ്യല്ലേ, അങ്ങനെ പറയുമ്പോൾ നമ്മള് ആ പോകുന്ന വഴിക്കായിരിക്കും ഇതും കേട്ടോണ്ടായിരിക്കും സ്റ്റേജിലേക്ക് കയറി പോകുന്നത്. അപ്പൊ ഓൺ ദ സ്പോട്ട് നമുക്ക് ഈ പറയുന്നത് കട്ടുമില്ല, ഒന്നുമില്ല, നമ്മൾ അവിടെ അങ്ങ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അത് എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഈ പലരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, AC-ക്കകത്തിരിക്കുന്നു, 2 ക്യാമറയുടെ മുന്നിൽ ഇരിക്കുന്നു, ഇതൊക്കെ വലിയ കഷ്ടപ്പാടാണോ? ശരിക്കും ഇരിക്കുമ്പോഴേ അറിയത്തുള്ളൂ. എല്ലാ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാട് തന്നെ ഉണ്ടല്ലേ? പിന്നെ എല്ലാ ജോലിക്കും നല്ല കഷ്ടപ്പാട്. അപ്പൊ AC-ക്കകത്ത് ഇരിക്കുന്നതാണെങ്കിലും നമുക്ക് ചോദിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ അറിഞ്ഞൂടെങ്കിൽ എത്ര AC-ക്കകത്തിരുന്നിട്ടും എത്ര ചോദിച്ചിട്ടും, അല്ലെങ്കിൽ ആര് പറഞ്ഞു കൊടുക്കുന്ന ചോദ്യമാണെങ്കിലും അത് ചോദിച്ചിട്ട് കാര്യമില്ല. പിന്നെ മലയാളി പ്രേക്ഷകര് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കാണ് അവര്. തീർച്ചയായിട്ടും. എന്ന് പറഞ്ഞാൽ അത്രയും റിഫൈൻഡ് ആയിട്ട് അത്രയും നല്ല കാര്യമാണെങ്കിലും മാത്രമേ അവരെ കൊള്ളാം എന്നെങ്കിലും ഒന്ന് പറയുള്ളൂ. അല്ലാതെ ആ സൂപ്പർ അങ്ങനെ ഒരു സാധനം വരത്തില്ല. വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നല്ല ജഡ്ജ്മെന്റാ. നമ്മൾ ചിലപ്പോൾ ഈ വീഡിയോസ് ഒക്കെ പോകുമ്പോൾ അതിന്റെ കമന്റ് നമ്മളെ മനസ്സിൽ ചില കാര്യങ്ങൾ ആലോചിക്കും. അതിന്റെ കമന്റ് ബോക്സിൽ നോക്കുമ്പോൾ നമ്മൾ ആലോചിക്കും എത്ര പേരാ ദൈവം ഇതുപോലെ ചിന്തിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് വിരുദ്ധമായി ചിന്തിച്ചിരിക്കുന്നത്. രണ്ടുകൊണ്ട് കേട്ടോ, ചിലർ ചുമ്മാ ചീത്തയും പറയും, ചിലർ ഉള്ള കാര്യമായിട്ടും പറയും, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മൾക്ക് അത്രയും പ്രയാസമാണ് ഓരോ കാര്യങ്ങളും. അങ്ങനെ ആക്ട്രസിൽ നിന്ന് ഒരുപാട് ആളുകളിലേക്ക് എത്തി. ശരിക്കും ഡോക്ടർ ദിവ്യയുടെ ഒരു വാല്യൂ ഞാൻ കാണുന്നത്, ഫേസ് വാല്യൂ എല്ലാവർക്കും അറിയാം കേട്ടോ. ഡോക്ടർ ദിവ്യയുടെ ഒരു വ്യക്തിക്ക് ശരിക്കും ഫേസ് വാല്യൂ കിട്ടാൻ ഭയങ്കര പാടാ, തോന്നിയിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. ഇപ്പോഴും എന്താ പറയാ, നമ്മളെ വീഡിയോ ഇടുമ്പോ ആൾക്കാർ ഇപ്പൊ എന്റെ വീഡിയോ കാണുന്ന, ഞാൻ ഹെൽത്ത് വീഡിയോസ് അല്ലേ കൂടുതൽ ചെയ്യുന്നത്. ഹെൽത്ത് വീഡിയോസിന് പൊതുവെ റീച്ച് പെട്ടെന്ന് ഉണ്ടാകുക വളരെ പ്രയാസമാണ്. കാരണം നമുക്ക് അതിനകത്ത് പഞ്ചിങ് ആയിട്ടുള്ള തംബ്നെയിൽസോ അങ്ങനെയൊന്നും പെട്ടെന്ന് ഇട്ട ആൾക്കാർ ആവശ്യക്കാർ മാത്രമേ കയറി കാണുള്ളൂ. ഇത് കണ്ടാൽ ഞെട്ടും, അതൊന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല ഇതിനകത്ത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ആൾക്കാർ ഈ കണ്ടന്റ് കാണണം, എന്താണ് ഇവര് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഫേസിന്, നമ്മുടെ തംബ്നെയിൽ നമ്മുടെ ഫോട്ടോ കാണുമല്ലോ, ഇവരെ എവിടെയോ കണ്ടിട്ടുണ്ട്, ഒന്ന് നോക്കാം എന്നുള്ളതായിരിക്കും ഫസ്റ്റ്. അപ്പൊ ആ കണ്ടിട്ടുള്ളതിന്റെ ഒരു സംഭവം അല്ലെങ്കിൽ നമ്മുടെ ഫേസ് അറിയുന്നതിന്റെ ഒരു കാര്യം ഇപ്പൊ പുറത്തു പോകുമ്പോഴാണെങ്കിലും ആൾക്കാർ ഓടി വന്ന് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. ഒരു സാധാരണ ഒരാളോട് സംസാരിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അല്ലേ? ഇപ്പം അജിന്റെ അടുത്ത് ചിലപ്പോൾ സംസാരിക്കുമായിരിക്കും, കാരണം അജിൻ അത്ര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നതായിട്ടാണ് പ്രേക്ഷകർ കാണുന്നത്. നേരിട്ടും അങ്ങനെ തന്നെ എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അടുത്തോട്ട് ആൾക്കാർ വരുന്നുണ്ട്, ആക്സസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം. അത് വലിയൊരു കാര്യം കൂടി തന്നെയാണ്, വലിയ കാര്യമാണ്. അങ്ങനെ ഡോക്ടർ ദിവ്യ ഇതെല്ലാം കൂടെ ഉണ്ടായിട്ടും ഈ യൂട്യൂബിലോട്ട് വരുന്നതും, അല്ലെങ്കിൽ എനിക്ക് ഹെൽത്തിങ് വീഡിയോ ഇടണം, ആളുകളിലേക്ക് എത്തിക്കണം എന്നൊരു തോന്നൽ തുടങ്ങിയത് എപ്പോഴാണ്? അതൊക്കെ കുറെ വൈകിയാ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും യൂട്യൂബിൽ വളരെ സജീവമായതിനു ശേഷമാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. അപ്പൊ അതിനു മുമ്പ് ആഗ്രഹം ഉണ്ടായിരുന്നോ? യൂട്യൂബിനെ പറ്റി സത്യത്തിൽ ചിന്തിച്ചിട്ടില്ല. യൂട്യൂബ് ഒരു എന്താ പറയുക, ഒരു റവന്യൂ ജനറേഷൻ മാത്രം എന്നുള്ള ഒരു പാർട്ടാണ് നമ്മളെ മനസ്സിലുണ്ടായിരുന്ന ഒരു സാധനം. അപ്പോ നമ്മൾ വീഡിയോ ഫേസ്ബുക്ക് ഒക്കെ ആയിരുന്നു ആ ഒരു സമയത്ത്. ഇന്നത്തെ ഇൻസ്റ്റാഗ്രാം വൈറൽ പോലാണ് അന്ന് ഫേസ്ബുക്ക് ഇതാണ്, അതിൽ മാത്രമാണ് കൂടുതൽ ആൾക്കാർ കാണുന്നത്. അപ്പൊ ഫേസ്ബുക്കിൽ നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ്, നമ്മുടെ ക്ലിനിക്കിലുള്ള ചെറിയ ചെറിയ വീഡിയോസ് ഇടുമ്പോൾ അതിന് അത്യാവശ്യം വ്യൂ വരും. അപ്പൊ ഇത് കണ്ടിട്ട് ബാക്കിയുള്ള യൂട്യൂബിലുള്ള ആൾക്കാര്, ഹെൽത്ത് ചാനൽസ് ഒക്കെ വന്നിട്ട് നമ്മുടെ പെർമിഷൻ ചോദിക്കും, ഇത് ഞങ്ങളുടെ ഇട്ടോട്ടെ. അപ്പൊ അതിലിടുമ്പോ അത്യാവശ്യം നമുക്ക് പേഷ്യൻസിന്റെ കോളും അങ്ങനെയൊക്കെ വരും. അപ്പൊ ഞാൻ പറയും, ഇത്രയും പേര് വിളിക്കുന്നെങ്കിൽ അപ്പൊ നമുക്കൊരു ചാനൽ ഉണ്ടെങ്കിൽ നല്ലതായി എന്ന് ഞാൻ ഹസ്ബൻഡ് ചോദിക്കും. അപ്പൊ പുള്ളി പറയും, പേഷ്യന്റ് വേണോ യൂട്യൂബ് ചാനൽ വേണോ എന്ന്. അപ്പൊ നമുക്കിതിനെപ്പറ്റി വലിയ പിടിപാടില്ല. അപ്പൊ ഞാൻ പറയില്ല, എനിക്ക് പേഷ്യന്റ് മതി, കുഴപ്പമില്ല, അത് മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഇവര് സംശയം ചോദിക്കാൻ തുടങ്ങുമ്പോ ഇവർ ആ ചാനലിലാണല്ലോ ചോദിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഇതിന് മറുപടി പറയാൻ പറ്റില്ല. അപ്പൊ അവരും ഇതിലായി, ഇതിന് മറുപടി പറയാൻ നമ്മൾ പിന്നെ അതിന്റെ താഴെ പോയി മറുപടി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ നമുക്കൊരു ചാനൽ തുടങ്ങാം, എങ്ങനെ എന്തായാലും നന്നായാലും ചീത്തയായാലും കുഴപ്പമില്ല. അങ്ങനെ ആദ്യം എനിക്ക് തോന്നുന്നു 1-2 വർഷമൊക്കെ 10,000 സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയൊക്കെ, ആ ഒരു 2,000, 3,000, 10,000 അങ്ങനെയൊക്കെ. വലിയ പാടാണ് കയറി വരാൻ, അങ്ങനെ പാടായിരുന്നു. പിന്നെ ഏതോ ഒരു വീഡിയോ പെട്ടെന്ന് വൈറലായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയാണ് ഈ പഴയ വീഡിയോസ് ആൾക്കാർ കാണാൻ തുടങ്ങിയത്. അത് കണ്ട് പിന്നെ പതുക്കെ കയറി വന്ന് ഈ പറഞ്ഞതുപോലെ പല ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി. ഇപ്പൊ എത്ര സബ്സ്ക്രൈബർ ഉണ്ട്? ഇപ്പോ 9,14,000, 1 million അടിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. എന്റെ ഇന്റർവ്യൂ കഴിയുമ്പോ എല്ലാരും രക്ഷപ്പെടും. അപ്പൊ ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ ഉടനെ തന്നെ അത് 1 million ആവട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച്. സെലിബ്രേഷന് വിളിക്കണം, തീർച്ചയായിട്ടും വിളിക്കും. ഞങ്ങളെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, സീരിയലിൽ അഭിനയിക്കാൻ പോയപ്പം
നല്ല രീതിയിൽ അഭിനയിക്കുന്നു, ആളുകൾ ഇഷ്ടപ്പെടുന്നു, അവിടെ സ്ഥിരമായിട്ട് നിൽക്കാം. പാട്ട് പാടാൻ പോകുന്നു, ആങ്കർ ചെയ്യുന്നു, അവിടെയും സ്ഥിരമായിട്ട് നിൽക്കാം. എനിക്ക് ഡോക്ടർ ആവണം, അല്ലെ ഡോക്ടറിൽ കൂടെ തന്നെ മറ്റു കാര്യങ്ങൾ എനിക്ക് സൈഡായിട്ട് ചെയ്യണം, അങ്ങനെ ഒരു തോന്നൽ വന്നത് എപ്പോഴാ? അങ്ങനൊന്നുമില്ല. നമ്മള് ഓരോന്നും നമ്മൾ ഇഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതെ, ചെയ്യുന്നത്. ഓരോ കാര്യത്തിലേക്കും എല്ലാം ഒരു ഡെസ്റ്റിനിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്കൊക്കെ അങ്ങ് സഞ്ചരിപ്പിക്കപ്പെടുകയാണെന്ന് പറയുമല്ലോ. അതെ. അല്ലാതെ നമ്മളായിട്ട് ഇതൊന്നും വേണ്ടെന്ന് വെക്കുന്നതോ വേണമെന്ന് വെക്കുന്നതോ അല്ല. ഇപ്പോ ഒരു ഘട്ടത്തിൽ ഞാൻ ഒരു വീട്ടമ്മയായിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. എനിക്ക് ക്ലിനിക് ഒന്നും ഇല്ലായിരുന്നു. ആദ്യം കല്യാണം പഠിച്ച് ഫൈനൽ ഇയർ ആയപ്പോഴായിരുന്നു എൻ്റെ മാരേജ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഫൈനൽ ഇയർ കഴിഞ്ഞു, ഹൗസ് ഏജൻസി കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാള് കുറച്ച് പ്രാക്ടീസ് എന്ന് വെച്ചാൽ എൻ്റെ വീടിനടുത്തൊരു ഡോക്ടറെ അടുത്ത് പ്രാക്ടീസ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാനൊരു ബ്രേക്ക് എടുത്തു. കുഞ്ഞൊക്കെ ആയി. ആദ്യത്തെ ഒരു 4 വർഷം ഞാൻ ഒന്നും ചെയ്തില്ല. കുഞ്ഞിനെ നോക്കുന്നു, അതായിരുന്നു എൻ്റെ ലോകം. ആ സമയത്ത് ഞാൻ അഭിനയവും ഈ പറഞ്ഞ സീരിയലും ആങ്കറിങ് അതെല്ലാം ചെയ്തു. അതെല്ലാം എനിക്ക്, കാരണം അത് നമുക്ക് നമ്മുടെ ടൈമും കൂടെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു സമയം എത്തിയപ്പോഴത്തേക്ക് കുഞ്ഞു വലുതായി. നമുക്കൊരു ഫുൾ ടൈം എന്നുള്ള രീതിയിൽ ശരി ഇത് വല്ലപ്പോഴല്ലേ ഉള്ളൂ, നമുക്ക് എപ്പോഴായാലും ചെയ്യാം, ക്ലിനിക്കും കൂടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ നമുക്ക് മനസ്സിലായി അതൊരു എന്താ പറയാ, അതൊരു പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. രാവിലെ വന്നാൽ കൃത്യമായി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളിവിടെ ഉണ്ടാവണം, പേഷ്യൻസിനെ അഡ്രസ് ചെയ്യണം, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ രാവിലെ തൊട്ട് നമ്മുടെ ടൈം എത്രയാണോ അതുവരെ വേണം. അതിന് ഇടവേളകൾ നമുക്ക് സമയമുണ്ട്, അത് കൃത്യമായി ഞാൻ അസൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ആങ്കർ ചെയ്യുന്നുണ്ട്. അമൃത ടിവിയിലെ സന്ധ്യാദീപം എന്ന് പറഞ്ഞ പ്രോഗ്രാം മാത്രം ഇപ്പൊ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും 6:30 വരുന്ന പ്രോഗ്രാമാണ്. അത് പ്രീ റെക്കോർഡഡ് ആണ്. അതിനൊരു ദിവസം അലോട്ട് ചെയ്യും, അത് ചെയ്യും. പിന്നെ സ്റ്റേജ് ഷോസ് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ നോക്കി വെക്കും ദിവസം. ആ ദിവസം ഫ്രീ ടൈം വേക്കന്റ് ആക്കിയിട്ട് അന്നത്തെ ദിവസം പേഷ്യൻസിനെ എടുക്കില്ല. ഈ രീതിയിലാണ് ഇപ്പൊ മാനേജ് ചെയ്ത് പോകുന്നത്. ശരിക്കും ഇതെല്ലാം ഡോക്ടർ ദിവ്യ വെറും സിമ്പിൾ ആയിട്ട് കേട്ടോ പറയുന്നത്. ഇതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടെന്നും വ്യക്തമായിട്ട് അറിയാല്ലേ? കാരണം ഒരു ക്ലിനിക്കൊക്കെ അങ്ങനെ വെറുതെ തുടങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല, ഭയങ്കര പാടാണ്. അതിന്റെ പിന്നിൽ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എന്റെ ഹസ്ബൻഡിന് കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ആരായാലും മുന്നോട്ട് വരാൻ നമുക്കൊരു ഡ്രൈവിംഗ് ഫോഴ്സ് വേണം. കൈത്താങ് എന്ന് പറഞ്ഞ ഒരു ഫിനാൻഷ്യലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, എല്ലാ രീതിയിലും ഒരു സപ്പോർട്ട് നമുക്ക് വേണം. ആദ്യത്തെ ഒരു 4 വർഷം അജിനെ ഞാൻ ക്ലിനിക്ക് തുടങ്ങിയിട്ട് എനിക്ക് പേഷ്യൻസ് കുറവായിരുന്നു എന്നല്ല, ആദ്യത്തെ 2 വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഫോണിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് അറിയാൻ ഞങ്ങൾ രണ്ടുപേരോട് ഇരുന്ന് വിളിച്ചു നോക്കും. കാരണം ഫോണിൽ ഒരു കോള് പോലും വരുന്നില്ല, പേഷ്യന്റ് ഇല്ല. അങ്ങനെയാണത്. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു നമ്മൾ എന്ത് സാധനം തുടങ്ങിയിട്ടും അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരു 4 to 5 years നമ്മൾ എടുക്കും. ഒരു ബ്രേക്ക് ഈവൻ ടൈം ഉണ്ടെന്നാ പറയുന്നത്. 5 വർഷം ക്ഷമിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ടല്ല. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ മനസ്സിൽ കാണുന്നത് അല്ലേ? ഒരു ദിവസം ശരാശരി ഒരു എത്ര പേഷ്യന്റ് വരണം എന്നായിരിക്കും ഒരാൾ വിചാരിക്കുക. അത് ഡിപ്പെൻസ് ആണ്, നമ്മുടെ ഒരു ക്ലിനിക്കിന്റെ മോഡ് അനുസരിച്ചാണ് വരുന്നത്. പക്ഷെ 1-2 പേരൊക്കെ ആയിരിക്കും വരുന്നത്. ബാക്കി ഈ ഒരു ദിവസം ഫുള്ള് നമ്മൾ വെറുതെ ഇരിക്കുമായിരിക്കും. അന്നും എനിക്ക് കൂടെ ഒരു ഡോക്ടർ ഉണ്ട്, റെന്റഡ് ആണ് ബിൽഡിങ്, എനിക്കൊരു റിസപ്ഷൻ സ്റ്റാഫ് ഉണ്ട്, ഫാർമസിസ്റ്റ് ഉണ്ട്. ഇത്രയും സംഭവങ്ങളെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. പുള്ളിയുടെ ശമ്പളത്തിൽ നിന്നാണ് ഇത് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ആ ശമ്പളം കൊടുക്കുന്ന മനുഷ്യൻ വിചാരിക്കണം ഇത് വേണോ വേണ്ടെന്നൊരു ചിന്ത. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായി. നമ്മൾ ഈ 1.5 വർഷമായിട്ട് നമുക്കതൊരു എന്താ പറയാ, നമുക്കൊരു ബ്രേക്ക് ഈവൻ എന്നല്ല, ഒരു കൂടുതൽ ബെനിഫിറ്റ് എന്നുള്ള രീതിയിലേക്ക് വരുന്നില്ല. ശരി, രണ്ടും സമാസമം നിൽക്കും, അങ്ങനെയുള്ളായിരുന്നു. പുള്ളി പറഞ്ഞു അങ്ങനെയല്ല, അതിനകത്ത് നമ്മൾ ഡിസപ്പോയിന്റഡ് ആവില്ല, ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രാറ്റജി, അത് കഴിയുമ്പോൾ നീ നോക്കിക്കോ എന്ന് പറഞ്ഞു. കറക്റ്റ് ആയിരുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഓരോ സ്റ്റെപ്പ് നമ്മൾ ചെയ്യും, നമ്മൾ ഓരോ സ്പെഷ്യാലിറ്റി സ്റ്റാർട്ട് ചെയ്യും, നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യും. സത്യത്തിൽ അപ്പൊ ദിവ്യക്ക് പേഴ്സണൽ എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ ഇത് നിർത്തണം അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ആയിട്ട് പോകണോ എന്ന് തോന്നിയിട്ടുണ്ടോ? എന്ന് നിർത്തണം എന്നല്ല, നമ്മളെ പ്രൊഫഷൻ നിർത്തണം എന്നല്ല. ഞാനിപ്പോൾ ക്ലിനിക്ക് ഇട്ടിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രൈം ഏരിയ ആണ്. ട്രിവാൻഡ്രത്ത് കവടിയാർ എന്ന് പറയുന്ന ഒരു പ്രൈം ഏരിയ തന്നെയാണ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റെന്റ് ആയാലും ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. നമ്മളിപ്പോ നമ്മുടെ വീടിന്റെ സൈഡിൽ ഒരു ക്ലിനിക്ക് ഇട്ടിട്ട് ഇരിക്കുന്ന പോലെ അല്ല, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ പോയി നമ്മൾ ഇരിക്കുന്ന പോലെ അല്ല നമ്മൾ ഇവിടെ അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത്. അതിന് അതിൻ്റെതായ ഓരോ രീതിയുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിൽ തോന്നില്ല ഇത് എന്നായിരിക്കും ശരിയാവാൻ പോകുന്നത്. ഞാനിത് എന്താ ഓപ്പൺ ആയിട്ട് പറയുന്നറിയോ, ഈ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ ഡിസപ്പോയിന്റഡ് ആവുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ അടുത്ത ചോദ്യമായിട്ട് വരുമായിരുന്നു. കാരണം ഒരുപാട് ആളുകളെ അറിയിച്ച് ആഗ്രഹം ഒരുപാട് വർഷം വെച്ച് കൂട്ടി വെച്ച് ഒരു സംരംഭം ആരംഭിക്കുന്നു, ഇതിൽ നിന്ന് ലാഭം കിട്ടത്തില്ലെന്ന് അറിഞ്ഞ് നിർത്തിപ്പോകുന്ന പല ആളുകളുണ്ട്. ഒരുപക്ഷെ അവർക്ക് കൈത്താങ്ങായിട്ട് നിൽക്കാൻ ഒരാൾ പോലും കാണത്തില്ലായിരിക്കും. അവരുടെ എന്തോ നിമിഷം പറയാനുള്ളതെന്ന് പറയാം, വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യരുത്. നമ്മുടെ കൈ പൊള്ളുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആദ്യമേ ചെയ്യരുതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
നമ്മൾ ആദ്യം ഒരു ചെറിയ രീതിയിലൊക്കെ തുടങ്ങി, എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തുടങ്ങി, അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ നോക്കുക. നമ്മുടെ ഹാർഡ് വർക്ക് വളരെ നല്ല രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു ഫലം കാണും. അത് ഇന്നല്ലെങ്കിൽ ഏതൊരു സമയത്ത്. ഇപ്പൊ പണ്ട് ഞാൻ പത്രം വായിക്കുമായിരുന്നു, പക്ഷെ എനിക്കത് അന്നത്തെ കാലത്ത് എനിക്ക് അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഗുണം വന്ന എപ്പോഴാണ്, ഞാൻ ആങ്കറിംഗിലേക്ക് വന്നപ്പോ എനിക്കത് ഭയങ്കര ഗുണമാണ്. കാരണം മലയാളം അറിയാവുന്ന ആങ്കേഴ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4 പേരേ ഉള്ള, ആകെ കോമ്പറ്റീഷൻ ഇല്ല എന്ന് വെച്ചാൽ അത് നമുക്ക് വളരെയധികം, അതാ ഞാൻ പറഞ്ഞത്, അന്ന് ചെയ്യുന്നതിന് പിന്നായിരിക്കും ഫലം. നമ്മൾ എവിടെ എങ്ങനെ കഷ്ടപ്പെടുന്നു, എവിടെങ്കിലും. ഞാൻ എപ്പോഴും എക്സാമ്പിൾ പറയുന്ന ഒരു സിനിമ മറ്റേ ഇതുണ്ടല്ലോ, സ്ലം ഡോഗ് മില്യനെയർ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓസ്കർ അവാർഡ് കിട്ടിയ സിനിമയാണ്, ഇന്ത്യൻ സിനിമ. അതിനകത്ത് ഇങ്ങനെ അമിതാഭ് ബച്ചൻ ഒരു പയ്യന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇത് കോൻ ബനേഗ ക്രോർപതി. അതിനകത്ത് ഓരോ ചോദ്യത്തിനും ആ പയ്യൻ ഉത്തരം പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനൊരു സ്ലം എന്നുള്ള പയ്യൻ, ഒരു ചേരി ആ പ്രദേശത്ത് നിന്നുള്ള ഒരു പയ്യനാണ് ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്നത്. അപ്പൊ ഈ പയ്യൻ പറയുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ അവന്റെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് പുള്ളി ചോദിക്കുന്നതിനുള്ള ഉത്തരം അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 1 മില്യൺ എത്തുന്ന ചോദ്യത്തിലും ഇതുപോലെ തന്നെ അവന്റെ ലൈഫിൽ അവൻ നേരിട്ട എന്തൊക്കെയോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് വരുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള ലൈഫും അങ്ങനെ തന്നെ. അത് കറക്റ്റാണ് ആ സിനിമ. കാരണം നമ്മൾ ലൈഫിൽ പല കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പണ്ട് എപ്പോഴോ നമുക്ക് നമ്മുടെ എന്തിനോ വേണ്ടി എന്ന് പറഞ്ഞ സാധനമായിരിക്കും പിന്നീട് സ്ട്രെങ്ത് ആവുന്നത്. അജിൻ എങ്ങനെയായിരുന്നു? സ്കൂളിൽ പഠിക്കുന്ന നന്നായി സംസാരിക്കുന്ന ആളായിരുന്നു അല്ലേ? അതുകൊണ്ട് അജിൻ അതൊരു മുതൽക്കൂട്ടായില്ലേ? ഞാൻ എന്നോട് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്, എടാ ഇങ്ങനൊന്നും സംസാരിക്കല്ലേ, എപ്പോഴും ഇങ്ങനെ വാ തുറന്ന്. ഞാൻ എന്റെ അടുത്ത് ആരും വന്ന് മിണ്ടിയില്ല, ഞാൻ ഇടിച്ചു കയറി മിണ്ടും. പക്ഷെ ഇന്ന് ഞാൻ അത് ഉൾക്കൊള്ളുമ്പം അന്ന് ഇടിച്ചു കയറി മിണ്ടി നിന്ന് എനിക്ക് ഗുണം ചെയ്യുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അന്നത് നമ്മളെ ഒരുപാട് പേര് കുറ്റമൊക്കെ പറയും, എന്തിനായോ മിണ്ടായിരുന്നൂടെ കുറച്ചു നേരം, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെയാണോ കുറച്ചു നേരം മിണ്ടായിരിക്കാം. പക്ഷെ 10 മിനിറ്റ് കൂടുതൽ മിണ്ടായിരിക്കാൻ പറ്റില്ല. അങ്ങനെയല്ലേ? ഞാൻ പലപ്പോഴും ചിന്തിക്കും, എന്നെയൊക്കെ ഒരു അടച്ചിട്ട റൂമിൽ ഇട്ടാവുണ്ടല്ലോ ഭ്രാന്ത് പിടിക്കും. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് ഓരോരുത്തർക്കും ഒരു പോസിറ്റീവും നെഗറ്റീവും എല്ലാം വരും. ശരിക്കും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ജീവിതാനുഭവങ്ങൾ വേണമല്ലേ? ജീവിതാനുഭവം ഏറ്റവും വലുത്. നമ്മളൊരു മനുഷ്യനെ എപ്പോഴും ഇപ്പോൾ നമ്മൾ പറയില്ലേ, പല ആൾക്കാരും നല്ല പൈസയുണ്ട് അല്ലെങ്കിൽ നല്ല ഇതൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉണ്ട്, പക്ഷെ അവരതൊക്കെ ഉപേക്ഷിച്ച് പല സ്ഥലങ്ങളിൽ പോകുന്നു, ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു, യാത്ര ചെയ്യുന്നു. ഞാൻ പ്രണവ് മോഹൻലാലിനെ തന്നെയാ പറഞ്ഞത്. കാരണം അപ്പൊ നമ്മൾ ഈ പയ്യൻ എന്താ തലയ്ക്ക് അങ്ങനെയൊക്കെ ചിലര് പറയുന്ന കേട്ടോ. പക്ഷെ അതല്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട് ഈ പറഞ്ഞ സാധനത്തിന്. ഈ എക്സ്പീരിയൻസ് ആണ് മനുഷ്യനെ എപ്പോഴും ഒരു എന്താ പറയാ, ഇതാണ് ജീവിതം എന്നുള്ള ഒരു പച്ചയായ സാധനമുണ്ട്. 2 ദിവസം പനി പിടിച്ച് കിടന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ. അതാണ് എക്സ്പീരിയൻസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും എത്ര ഫെയിം ഉണ്ടെങ്കിലും എത്ര പൈസ ഉണ്ടെങ്കിലും ഒരു പനി പിടിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചറിയും ഒരു മനുഷ്യന്റെ ജീവിതം. അത്രേ ഉള്ളൂ. പനി പിടിക്കുമ്പോൾ പോലും നമുക്കറിയാം നമ്മൾ എത്ര ഹെൽപ്ലെസ് ആണ്. നമുക്ക് എല്ലാവരും അപ്പോഴും, നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും അപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മാത്രം അപ്പൊ ഇതാണ് ശരിക്കുള്ള റിയാലിറ്റി എന്ന് നമുക്ക് തോന്നാം ആ സമയത്ത്. യാത്രകൾ ഒരുപാട് ചെയ്യാറുണ്ടോ ഡോക്ടർ ദിവ്യ? അത്യാവശ്യം. എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. യാത്ര ചെയ്യാറുണ്ട്. ഇഷ്ടപ്പെടാനുള്ള കാരണം? യാത്ര ഇഷ്ടപ്പെടാത്ത ആരാ? ഞാൻ കണ്ടുമുട്ടിയതില് വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ യാത്ര ഇഷ്ടമല്ല എന്ന് പറയുന്നത്. എനിക്ക് പക്ഷെ യാത്ര ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒത്തിരി ബഹളമുള്ള സ്ഥലത്തോട്ടുള്ള യാത്ര എനിക്ക് അത്ര ഇഷ്ടമല്ല. അതും പറയണമല്ലോ. എനിക്ക് ഷോപ്പിംഗ് മോൾ അതൊന്നും ഞാൻ യാത്രയായിട്ട് കൂട്ടിയിട്ടില്ല. പിന്നെ പർച്ചേസ് ചെയ്യാൻ പോവുക, ഷോപ്പിംഗ് മോൾ പോവുക, ഇതൊക്കെ ഞാൻ എന്റെ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമാണ്. അതൊരിക്കലും എനിക്കൊരു മെന്റൽ റിലാക്സേഷൻ ഒന്നും തരത്തില്ല. എനിക്ക് കുറച്ച് എന്താ പറയാ, ഒരു സമാധാനപരമായ അല്ലെങ്കിൽ കുറെ അങ്ങനത്തെ യാത്രകൾ ഒരു സാധാരണ മനുഷ്യനെ പോലെ ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ കേട്ടൊരു കഥയുണ്ട്, യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താന്ന് തിരിച്ചറിയത്തുള്ളൂ അല്ലേ? സത്യമായിട്ടും അതെ. യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേരുടെ ജീവിതം, എന്താ പറയാ, ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അത് യാത്ര ഇപ്പൊ മറ്റേ കാഴ്ചയില്ലാത്തവര് അവർക്ക് എല്ലാം ഇമാജിനേഷൻ ആണല്ലോ. പക്ഷെ നമ്മളെക്കാട്ടിലും അകക്കണ്ണ് അവർക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. പക്ഷെ കാണാത്തൊരു കാര്യത്തെ പറ്റി നമ്മൾ കണ്ണടച്ച് വെച്ച് പറയുന്നത് പോലെയാണ് ഈ യാത്ര ചെയ്തിട്ടില്ലാത്ത ആൾക്കാരോട് നമ്മൾ യാത്രയെ കുറിച്ച് പറയുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ എക്സ്പീരിയൻസ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് വിവാഹം കഴിക്കല്ലേ, നമ്മൾ പറന്നു നടക്കുന്ന ജീവിതം പോലെ ആയിരിക്കത്തില്ല ചിലപ്പോൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾ വരും. ഡോക്ടർ കല്യാണം കഴിച്ചപ്പോൾ ഉള്ള ഡോക്ടറിന്റെ അനുഭവം എന്താണ്? എന്റെ കല്യാണം കഴിച്ചുള്ള അനുഭവം തന്നെ, ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. എനിക്ക് 2 ചേച്ചിമാരാണ്. അത്യാവശ്യം എന്താ പറയുക, ഒരു കൺസർവേറ്റീവ് ഒന്നും പറയാൻ പറ്റില്ല. അച്ഛൻ ബാങ്ക് ഓഫീസർ ആയിരുന്നു, മൈനറ ബാങ്കിലായിരുന്നു. ഞങ്ങളും അവിടെയായിരുന്നു. തിരിച്ച് നാട്ടിൽ വന്നിട്ട് എല്ലാ ആനുവൽ ലീവിലും അച്ഛൻ വരുന്നത്. അപ്പൊ നമുക്കറിയാലോ, നമുക്ക് പോയി മറ്റേ ഫാമിലി ആയിട്ട് പോയി സിനിമ കാണലോ അങ്ങനത്തെ ഒക്കെ ഉള്ള യാത്രകളൊന്നും ഒരുപാട് ചെയ്യലോ അങ്ങനെയൊന്നും ഇല്ല.
പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ പറയും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറച്ചുകൂടെ യാത്ര ചെയ്യും, കുറച്ചുകൂടെ ഫ്രീ കുറച്ചുകൂടി ലോകം കാണാൻ ആവുകയും തുടങ്ങിയത്. ആയതും. പിന്നെ എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ വന്നാൽ പുള്ളിയാ പറയുന്നത് അത് ചെയ്യണം കേട്ടോ, നീ ചുമ്മാ സീരിയൽ ചെയ്യാതിരിക്കല്ലോ അല്ലെങ്കിൽ സിനിമ ചെയ്യാതിരിക്കും, നല്ലതാണ് ചെയ്യണം എന്നാ അങ്ങനെയാ പറയുന്നത്. ചിലരത് സമ്മതിക്കത്തില്ല. എനിക്ക് തന്നെ അറിയാം. ഡോക്ടർ ദിവ്യയുടെ ഹസ്ബൻഡ് തരുന്ന സപ്പോർട്ട് ചെറുതല്ല, നല്ല സപ്പോർട്ടാ. നല്ല സപ്പോർട്ടൊന്നും ഇല്ല നമുക്ക് ഒരു കാരണവശാലും. വീട്ടിൽ നിന്ന് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം, വീട്ടിൽ നിന്നല്ല, നമുക്ക് നല്ലൊരു സപ്പോർട്ട് എന്തായാലും വേണം. ഇപ്പൊ തന്നെത്താനെയൊക്കെ വരാൻ പറ്റും, ബാക്കിയൊക്കെ അവരവരുടെ കഴിവാണ്. പക്ഷെ നമ്മളിപ്പോ ഇന്ന് പറയാ ഇന്ന് എന്നെ കാണാൻ എന്തോ പോലെ ഇരിക്കുന്നല്ലേ, ചിലപ്പോ കൊള്ളത്തില്ലായിരിക്കും. അപ്പൊ പക്ഷെ ഒരു ഇത് സൂപ്പർ ആയിട്ടുള്ള ഒരു കുഴപ്പമില്ല പറഞ്ഞ് നമുക്ക് മനസ്സിലാവും, കുഴപ്പമൊന്നുമില്ല, പ്രശ്നമില്ല, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും ശരി അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് പോകും. അപ്പൊ അത് ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇതാ. കല്യാണം കഴിക്കണമെന്ന് പറയുന്ന ആൾക്കാരടുത്ത് ഞാൻ പറയും ഈ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ പറയത്തില്ല. എന്റെ പേഷ്യൻസ് ആയാലും പറയും എന്നെ അടിക്കും ഇടിക്കും സെക്ഷുവലി ഹറാസ് ചെയ്യും, എന്നെ വെർബൽ അബ്യൂസ് എന്ന് വെച്ചാൽ ചീത്ത വിളിക്കും ഭയങ്കരമായിട്ട്. അത് ഭയങ്കര വിദ്യാഭ്യാസമുള്ള ആൾക്കാരാട്ടോ ഇതൊക്കെ വിളിക്കുന്നത്. എല്ലാരും എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയല്ല, അങ്ങനെയുള്ളവര് പോലും നമ്മൾ പറയുമല്ലോ ഈ നല്ല ഇതിന്റെ ഒരു ഇത് വിദ്യാഭ്യാസമാണെന്ന് പറയും. അങ്ങനെയുള്ളവർ പോലും ഈ പറഞ്ഞതുപോലെ വളരെ ഇതായിട്ട് പെരുമാറും. വീട്ടിനകത്ത് പെരുമാറി കഴിയുമ്പോൾ നമ്മൾ പറയത്തില്ല ഇത് ഈ ടോക്സിക് റിലേഷൻഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ഞാൻ വിചാരിക്കായിരുന്നു ഇതൊക്കെ ക്ലീശ ചുമ്മാതാണ്. മറ്റേ എന്തോ എന്തോ ഒരു സിനിമ ഉണ്ടല്ലോ, മറ്റേ ജയറാമും ഗോപിയും കൂടെ ഉള്ള ഒരു സിനിമ, വിളിക്കുന്ന ഒരു സിനിമ ഉണ്ടല്ലോ ബിന്ദു. അപ്പൊ ഞാൻ ആ സിനിമ സത്യം പറഞ്ഞ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ഉണ്ടോ ആണുങ്ങള്, ഒരുപാട്. ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ഒരുപാട് പേരും പറഞ്ഞ എന്താണെന്നറിയോ, എന്റെ അവസ്ഥയാണിത് എന്നാണ്. ആ ഗോപികയുടെ അവസ്ഥ കാണും പറയുന്നത് എന്റെ ഇത് തന്നെ എന്റെ അവസ്ഥ, വീട്ടിൽ കിടന്ന പണിയും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഭർത്താവ് ചോദിക്കുന്നത് ഇവനൊക്കെ ഇവിടെ എന്തോ ജോലി എന്നാ ചോദിക്കുന്നത്. തിരിച്ചുകൊണ്ട് കേട്ടോ, അങ്ങനെ ചോദിക്കുന്നവരോട് എന്തോ ഈ നിമിഷം പറയാനുള്ള ഡോക്ടറിന് അതൊന്നും നമുക്ക് മാറ്റാനൊന്നും പറ്റത്തില്ല. അത് അവരുടെ ആറ്റിറ്റ്യൂഡാ. 2 ദിവസം അവരെ കൊണ്ട് ഈ പണിയെല്ലാം ചെയ്യിപ്പിക്കാൻ ഈ ഭാര്യമാര് തയ്യാറാവത്തില്ല. അതാണ് അതിനകത്ത് വേറെ കാര്യം. ഇതെല്ലാം ഇവരൊക്കെ ചെയ്തു കൊടുക്കും. ഇത് എന്താണെന്ന് ഇപ്പൊ മനസ്സിലാക്കണം. ഇപ്പൊ പറഞ്ഞില്ലേ അജിൻ നേരത്തെ പറഞ്ഞാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇന്നൊക്കെ എന്തോ പാട്, ചുമ്മാ ടിവിയുടെ മുമ്പിൽ കയറി ക്യാമറ ഓണാക്കി 2 ചോദ്യം ചോദിച്ചാൽ പോരെ. ക്യാമറ ഓണാക്കി വെച്ചിട്ടൊന്ന് ഇരുത്തി നോക്കണം. ഈ ലൈറ്റും സാധനവും ക്യാമറ ഓണാക്കിയിട്ട് സംസാരിക്കാൻ പറ്റാന്ന് പറയുന്നത് വലിയൊരു കഴിവാണ്. അതവിടെ ഇരുന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. സെയിം ആണ് വീട്ടിലും. ഇപ്പൊ വീട്ടിൽ നമ്മളൊരു ചമ്മന്തി അരച്ചാ ഇപ്പൊ അരകല്ലിലാ ചമ്മന്തി അരയ്ക്കുന്നെങ്കിൽ അരകല്ല് കഴുകണം, ആ നിൽക്കുന്ന സ്ഥലം മൊത്തം കഴുകണം. ഇപ്പൊ അരകല്ലൊന്നും ഇല്ല, അത് വേറെ കാര്യം. മിക്സിയാണെ മിക്സിന്റെ ജാറ് കഴുകണം, ജാറിന്റെ അകത്ത് മറ്റേ ബ്ലേഡിനകത്തുള്ള സാധനം എല്ലാം ക്ലീൻ ആക്കണം, എന്നിട്ട് അതുകൊണ്ടേ കമത്തി വെക്കണം, അരച്ച പാത്രം മാറ്റണം. ഇതൊക്കെ ജോലിപ്പെടും. ചമ്മന്തി അരച്ചു, നീ എന്തോ ചമ്മന്തി അരച്ചു പരിപാടി പറയുന്ന പോലെ നാം അനുഭവിക്കാത്ത ജീവിതം നമുക്ക് ഇപ്പോഴും കെട്ടുകഥകളല്ലേ. അത് തന്നെയാണ് കറക്റ്റ്. അപ്പൊ അത് ഒന്ന് അനുഭവിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഡോക്ടർ ദിവ്യ ഇനി മുന്നോട്ടുള്ള യാത്രകൾ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ അങ്ങനെ നമ്മളെല്ലാം ഒരു വലിയ പ്ലാനിങ്ങോ അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല. ഇങ്ങനെയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ക്ലിനിക്ക് എനിക്ക് കൂടുതലും ഈ ഒരു ഫീൽഡിൽ തന്നെ കുറെ കാര്യങ്ങൾ പഠിച്ച് പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ള കുറെ സംഭവം മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനൊന്നുമില്ല. അതൊന്നും നമ്മൾ പ്ലാൻ ചെയ്താൽ നടക്കുകയില്ല. എല്ലാം വരുന്ന ഫ്ലോയിൽ വരിക, അതിനെ ഏറ്റവും മാക്സിമം നല്ലതാക്കി പോസിറ്റീവ് ആക്കി ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ ചെറിയൊരു ടാസ്ക് തരുക. അപ്പം ഓരോരുത്തർക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചോദിക്കും, അത് പെട്ടെന്നൊന്ന് പറയുമോ? ഓക്കെ. മുഖത്തെ നിറവ്യത്യാസം എങ്ങനെ പരിഹരിക്കാം? നിറവ്യത്യാസം എങ്ങനെ പരിഹരിക്കാം? വെയിൽ മാക്സിമം കൊള്ളാതിരിക്കുക, സൺസ്ക്രീൻ യൂസ് ചെയ്യുക, വെള്ളം കുടിക്കുക. 2 ആഴ്ച കൊണ്ട് മുഖം തിളങ്ങാൻ ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക, എസ്പെഷ്യലി മാതളം. 1/2 മാതളം, 2 ക്യാരറ്റ് എല്ലാ ദിവസവും കഴിക്കുക, ഒരു 1.5 ലിറ്റർ വെള്ളം കുടിക്കുക. കുറച്ച് മാറ്റം വരും. സ്കിൻ കെയർ ചെയ്തിട്ടും ക്ലിയർ ആവാത്ത കാരണം എന്താണ്? ഹോർമോണൽ ഇംബാലൻസ്, പിന്നെ ലൈക്കൻ പ്ലാനസ് പോലുള്ള കണ്ടീഷൻ ഉണ്ട്. അത് ചിലപ്പോൾ ഒരു പക്ഷെ മെഡിക്കൽ ആയിരിക്കാം. അതിനൊരു എക്സ്പെർട്ടിനെ കണ്ടിട്ട് എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കുക. മുഖത്തെ ചുളിവുകൾ മാറ്റി മുഖം സുന്ദരമാക്കാനുള്ള എളുപ്പവഴി വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. ഹൈഡ്രേഷൻ, പിന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. കുറച്ച് നല്ല ഹൈഡ്രേഷൻ വേണമെങ്കിൽ ഹൈലൂറോണിക് ആസിഡ് പോലുള്ള കണ്ടന്റ് വളരെ നല്ലതാണ്. മുഖം നനച്ചതിന് ശേഷം ഹൈലൂറോണിക് ആസിഡ് ഇടുക. മുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ബെസ്റ്റ് ഹെയർ ഓയിൽ എന്തായിരിക്കും? ഹെയർ ഓയിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല അധികം. അങ്ങനെ ചെയ്യാത്ത വേറൊന്നുമല്ല, ഓരോരുത്തർക്കും ഓരോന്നാണ്. ഓയിൽ എന്ന് പറയുന്നത് വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവർ ദേഷ്യം കുറയ്ക്കാനുള്ള കാരണം എന്താ? എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഭവിഷ്യത്ത് ആലോചിച്ചാൽ മതി. അതിനപ്പുറം ഒരു ഇതും ഇല്ലല്ലേ? അതെ. കട്ടിയായി മുടി വളരാൻ എന്തൊക്കെ ചെയ്യണം? പ്രോട്ടീൻ ധാരാളമുള്ള ഫുഡ് കഴിക്കുക. ചെറുപയർ, കടല, സോയ, പിന്നെ ചീര, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. മൈക്രോ ന്യൂട്രിയൻസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം പെട്ടെന്ന് ചോദിച്ചു, പെട്ടെന്ന് ഉത്തരം വാക്ക് പറഞ്ഞു,
ഒത്തിരി സന്തോഷം. ഇനിയിപ്പം യൂട്യൂബ് 1 മില്യൺ ഉടനെ അടിക്കട്ടെ, അതിൻ്റെ ഒരു സെലിബ്രേഷൻ കാണും. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന ഈ സ്ഥാപനം ഇനിയും ഒരുപാട് വളരട്ടല്ലേ. ഇനി എന്തെങ്കിലും ഇത്രയും ദിവ്യ സ്നേഹിച്ച, ദിവ്യ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരോട് എന്തോ പറയാനുള്ളത്? ആദ്യം തന്നെ അജിനൊരു എന്താ പറയാ നല്ലൊരു ഇതായിരുന്നു. കാരണം അജിൻ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്നെ റോസ്റ്റ് ചെയ്യാനാണോ ഈ കുട്ടിയുടെ വരവ് എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ നല്ല രീതിയിൽ എനിക്ക് ഇത്രയും സമയം പോയത് പോലും ഞാൻ അറിഞ്ഞില്ല. അതൊരു ഫ്ലാറ്റർ ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലോ, എനിക്കറിയാം ആങ്കർ ചെയ്യുന്ന എത്രത്തോളം ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പൊ അത് വളരെ നന്നായിട്ട് ചെയ്തതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. പറഞ്ഞതുപോലെ അജിനും നല്ല ഒരു ഇതിലെത്തട്ടെ, വലിയൊരു പൊസിഷനിലെത്തട്ടെ. തിരിച്ച് പ്രേക്ഷകര് ചാനൽ കാണും എന്നറിയാം. അപ്പൊ എന്തായാലും ഇത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ ആൾക്കാരെയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ പറയാ, പ്രത്യേകിച്ച് എല്ലാ ദിവസവും കാണുന്നതുകൊണ്ട് ഇതൊക്കെ തന്നെ ഉള്ളൂ പറയാൻ. അപ്പൊ താങ്ക് യു എല്ലാ സ്നേഹത്തിനും വീഡിയോ കാണുന്നതിനും എല്ലാം താങ്ക് യു സോ മച്ച്. അപ്പൊ എനിക്ക് പേഴ്സണലി നന്ദി പറയാനുള്ളത്, ഞങ്ങൾ വന്ന ഉടനെ ഞങ്ങൾ ട്രീറ്റ് ചെയ്ത രീതി കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതികളുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നും നമ്മളെ ഇത്രമേൽ ട്രീറ്റ് ചെയ്യാറൊന്നുമില്ല കേട്ടോ. ജ്യൂസിൻ്റെ അല്ലേ ഞാൻ പറഞ്ഞത്, നമ്മളോട് ഇപ്പോഴും നല്ല തിരക്കുണ്ട് ഇവിടെ. ആ തിരക്കിൽ നിന്നൊക്കെ മാറി നമ്മോട് ഇത്രയും നേരം സഹകരിച്ചതിലൊക്കെ ഒത്തിരി സന്തോഷം. അപ്പം ഡോക്ടർ ദിവ്യ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.